ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഓപ്പറേഷൻ കഴിഞ്ഞാലും അമ്മയുടെ കാര്യത്തിൽ പൂർണ്ണ ധൈര്യം പറയാൻ പറ്റില്ല അല്ലേ ഡോക്ടർ? സർജറി കഴിഞ്ഞാ ഞാൻ ഈ പറഞ്ഞ സാധ്യതയുണ്ട്. അതല്ല സർജറി ചെയ്യുന്നില്ല എന്നാണ് തീരുമാനമെങ്കിൽ കൂടി വന്ന ഒരു 10-15 ദിവസം. അവളുടെ വിധി മരണമാണ്. അത് തടയാനായിട്ട് ഇനി ആർക്കും പറ്റില്ല. മോളെ നീ സൂക്ഷിക്കണം. ഇതുപോലുള്ള തോന്നലുകൾ ഇനിയും ഉണ്ടായാല് ക്ഷേത്രത്തിൽ അതിനു വേണ്ടിയുള്ള പരിഹാര പൂജകൾ ചെയ്യണം. എനിക്ക് നിന്റെ ജീവൻ രക്ഷിച്ചേ പറ്റൂ, ആരെ ബലി കൊടുത്തിട്ടായാലും. വരൂ, വാ. ഇരിക്കും. നമസ്കാരം. തങ്കത്തിന്റെ ഓപ്പറേഷന്റെ തീയതിയുടെ കാര്യം പറയാനാ വിളിപ്പിച്ചത്. 15-ാം തീയതിയാണ് സർജറിയുടെ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. 15-ാം തീയതി എന്ന് പറയുമ്പോ ഇനി 3 ദിവസം. അന്നേ ദിവസം എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളും ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും. അഥവാ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായാല് കൈകാര്യം ചെയ്യാൻ ഈസി ആയിരിക്കും. അതെന്താ മേഡം അങ്ങനെ പറഞ്ഞേ? അമ്മയുടെ ഓപ്പറേഷന് കുഴപ്പം വല്ലതും? നോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എപ്പോഴും ഞങ്ങൾ ഡോക്ടേഴ്സ് സേഫ്റ്റി മെഷേഴ്സ് നോക്കുമല്ലോ. ഓപ്പറേഷൻ കഴിഞ്ഞ അമ്മ പൂർണ്ണ ആരോഗ്യത്തോടെ ഒരു കുഴപ്പമില്ലാതെ. ചില കാര്യത്തിൽ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. സർജറി നടന്നാൽ തങ്കം പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് വരാനുള്ള ചാൻസ് 70%. 10% മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ കരുതുന്ന പല കേസുകളും സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്ന ഹിസ്റ്ററിയുമുണ്ട്. സോ 70% ഈസ് ഗുഡ് വൺ. അപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞാലും അമ്മയുടെ കാര്യത്തിൽ പൂർണ്ണ ധൈര്യം പറയാൻ പറ്റില്ല അല്ലേ ഡോക്ടർ? സർജറി കഴിഞ്ഞാ ഞാൻ ഈ പറഞ്ഞ സാധ്യതയുണ്ട്. അതല്ല സർജറി ചെയ്യുന്നില്ല എന്നാണ് തീരുമാനമെങ്കിൽ കൂടി വന്ന ഒരു 10-15 ദിവസം. അതിനപ്പുറം എനിക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ ആ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കൂ. സർജറിക്ക് മുൻപ് പ്രതീക്ഷകൾ മാത്രം പങ്കുവെച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. സത്യം പറയുന്നതാണല്ലോ അതിന്റെ ശരി. മനസ്സിലായി ഡോക്ടർ. ഓപ്പറേഷൻ ഡോക്ടർ പറഞ്ഞ തീയതിക്ക് തന്നെ നടക്കട്ടെ. കൃഷ്ണയോട് ഞാൻ സംസാരിച്ചോളാം. ഡോക്ടർ, അവള് ദൈവത്തിന്റെ മുന്നിൽ നിൽക്കുന്ന പോലെയാ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന. കൈവിടല്ലേ ഡോക്ടർ?
ഡോക്ടർ വിളിച്ചിട്ട് എന്തായി? അത് ഡോക്ടർ ഓപ്പറേഷന്റെ തീയതി പറയാൻ വേണ്ടി വിളിപ്പിച്ചതാ. 15-ാം തീയതിയാ വെച്ചിരിക്കുന്നത്. സർജറി ചെയ്യുന്നില്ല എന്നാണ് തീരുമാനമെങ്കിൽ കൂടി വന്ന ഒരു 10-15 ദിവസം. ഒരു കുഴപ്പമുണ്ടാവില്ലെന്നാ ഡോക്ടർ പറയുന്നത്. അമ്മേ, ഞാൻ അമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഇവിടെ കുറച്ചു നേരം ഇരുന്നോട്ടെ. മോളെ, സത്യം പറ, ഓപ്പറേഷൻ കഴിഞ്ഞാലും ഞാൻ രക്ഷപ്പെടില്ല എന്ന് വല്ലതും ഡോക്ടർ പറഞ്ഞായിരുന്നോ? അങ്ങനെയൊന്നും പറയല്ലേ അമ്മ. എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന? ഞാനൊരു തമാശ പറഞ്ഞതാ. ഈ അവസ്ഥയിൽ കിടക്കുന്ന എനിക്ക് മരണത്തെക്കുറിച്ചല്ലാതെ വേറെ എന്തിനെക്കുറിച്ചാ പറയാനുള്ളത്? അതെ, മനസ്സിന് കുറച്ചൊക്കെ ധൈര്യം വേണം. അമ്മ ഇന്നാൾ പറഞ്ഞല്ലോ, അമ്മയ്ക്ക് കുറെ കാലം ജീവിക്കണമെന്നും എന്റെ വിവാഹം കാണണമെന്നൊക്കെ. ശരിയാ. എന്നാ പിന്നെ നിന്റെ ഈ സങ്കടത്തിന്റെ കാര്യം എന്താന്ന് പറ. ഒന്നുമില്ല അമ്മേ. അമ്മയ്ക്ക് വേദനിക്കല്ലോ എന്നൊക്കെ ആലോചിച്ചപ്പോ. പിന്നെ ശരീരം കീറി മുറിക്കുമ്പോ വേദനിക്കാണ്ടിരിക്കോ? എല്ലാവർക്കും വേദനിക്കും. അതൊക്കെ അമ്മ സഹിച്ചോളാം കേട്ടോ. ഇത്രയൊക്കെ എന്റെ കുട്ടി ചിന്തിച്ചല്ലോ. ഇനി അമ്മ കരഞ്ഞും ബഹളം വെച്ചുമൊക്കെ നിന്നെ തോൽപ്പിക്കാൻ പാടുണ്ടോ? നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്യാം. ബാക്കിയൊക്കെ ദൈവം നോക്കിക്കോളും. അമ്മ കിടക്കുന്നെങ്കിൽ കിടന്നോ. വേണ്ട. നിന്റെ മുഖത്ത് നോക്കിയിരുന്നാലേ എന്റെ വേദനയ്ക്കൊരാശ്വാസം കിട്ടൂ. എന്ത് ഗോപാലമാമ, എന്തിനാ വിളിച്ചേ?